അപ്പൊ ഇന്ന് നമ്മളിതേ നമ്മുടെ കുഞ്ഞിച്ചക്കൻ്റെ അടുത്തേക്ക് പോവാണ് കേട്ടോ. അപ്പൊ ആദർശ് ഇതേ കോഴിക്കോട്ട് നിന്ന് നേരെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാവിലെ വിൻചേട്ടൻ ജോബിന് പോയതിന്റെ പിന്നാലെ ഞങ്ങള് നേരെ എന്റെ വീട്ടിലേക്കായിട്ട് പോകുന്നത്. ചേട്ടൻ ഇന്ന് ക്ലോസിംഗ് ആയതുകൊണ്ട് തന്നെ വിൻചേട്ടൻ പാലക്കാട് ആവൂല. അപ്പൊ ആ ഒരു സമയത്താണല്ലോ ഞാൻ ഇങ്ങോട്ട് വീട്ടിലേക്ക് വരാറ്. അപ്പൊ ആ ഒരു ഗ്യാപ്പിൽ ഇത് ഇങ്ങോട്ട് പോന്നിട്ടുണ്ട്. പിന്നെ ഇതേ അമ്മ ഞങ്ങൾക്ക് വന്ന വഴിക്ക് വെള്ളമൊക്കെ കലക്കി തരുന്നുണ്ട് കേട്ടോ. അപ്പൊ തേജുവിന് ഞാൻ കുടിക്കുമ്പോൾ അവന് വേണം, അവന് കൊടുത്തപ്പോൾ അവന് വേണ്ട. അതായത് എൻ്റെ അവന് കുടിക്കണം, അതാണ് അവന് വേണ്ടത്. അങ്ങനെ കുറച്ചു നേരം ഞങ്ങൾ ഇതേ ഉണ്ണിയുടെ അടുത്ത് ഇതേ വർത്താനൊക്കെ പറഞ്ഞ് എടുക്കുകയാണ്. ആരും ഇതേ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അവിടെ വന്നിരിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളാണെങ്കിൽ രാവിലത്തെ ചായ കുടിച്ചിട്ട് വേഗം തന്നെ പോരും ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉച്ചയാവാനൊന്നും നിന്നില്ല. ഇനി ഉച്ചത്തെ ഫുഡൊക്കെ ഇവിടെ ഒന്ന് കഴിക്കലേ വേണ്ടൂ എന്ന് വിചാരിച്ചിട്ട് പിന്നെ കുഞ്ഞിച്ചൊക്കെ അതേ വേഗം ഉറങ്ങിയിട്ടുണ്ട്. അപ്പൊ തേജ് പറയുന്ന ഉണ്ണിയുടെ മൂക്കിന്റെ അവിടെ തുണിയുണ്ട്, അത് നേരെ ആക്കുന്നൊക്കെ പറഞ്ഞപ്പോൾ അതൊക്കെ ഞാൻ റെഡിയാക്കി വെച്ച് കൊടുത്തി. പിന്നെ ഉച്ചത്തെ ഫുഡ് കഴിക്കാനായിട്ട് നോക്കണം. അപ്പൊ അമ്മ അതേ സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, മുളക് വറുത്തിട്ടുണ്ട്, ഉണക്കമീൻ വറുത്തിട്ടുണ്ട്, സോയാബീൻ വറുത്തിട്ടുണ്ട്, പപ്പടം ഉണ്ട്, എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ ആദ്യം ഞാൻ നമ്മുടെ തേജുവിന് കൊടുത്തു കേട്ടോ. അതിന്റെ ഇടയ്ക്ക് ഇത് അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ അച്ഛൻ വന്നപ്പോൾ അച്ഛന്റെ വീഡിയോ നമ്മുടെ തേജു തൊട്ട് എടുക്കണത്. അപ്പൊ അച്ഛൻ ചിരിച്ചവ എടുക്കണത് നോക്കി നിൽക്കുകയാണ്. അച്ഛൻ പിന്നെ ഉച്ചത്തേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് വന്നാട്ടോ. അപ്പൊ അവന് കുറെ ഐസ് സിപ്പപ്പില്ലേ ആ ഒരു സംഭവം കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് തേജു ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ അച്ഛൻ എപ്പോഴും കൊണ്ടുവരുട്ടാ. ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാട്ടാ. പിന്നെ അത് ഓരോന്നായിട്ട് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. തേജു വേറെ ഏതൊരു ഫ്ലേവർ എടുത്തു. ഞാനൊരു ഗ്രീൻ ആപ്പിളാണ് തോന്നുന്നു കേട്ടോ, ആ ഒരു ടൈപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ രണ്ടാളും എക്സ്ചേഞ്ച് ചെയ്തിട്ട് രണ്ടേരും ടേസ്റ്റ് നോക്കി. പക്ഷെ എനിക്ക് എൻ്റെ തന്നെയായിട്ട് ഇഷ്ടമായിട്ടുണ്ടായിരുന്നത്. പിന്നെ അതേ അമ്മ അതേട്ടാ ആ ഒരു അതെന്നെ എടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു ഇത് എടുത്താൽ മതി, ഇതാ ടേസ്റ്റ് പറഞ്ഞപ്പോൾ അമ്മ എടുത്തിട്ടുണ്ട്. പിന്നെ അച്ഛൻ അതേ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് അച്ഛതേ വീണ്ടും പണിക്ക് പോകാൻ നോക്കട്ടെ. അപ്പം അച്ഛൻ യൂണിയനിലാണ് കേട്ടോ, ആര്യമ്പാടത്ത്. അപ്പോൾ ഫുഡ് കഴിക്കാൻ ഇങ്ങോട്ട് ഉച്ചയ്ക്ക് വരികട്ടെ ചെയ്യപ്പോൾ. അങ്ങനെ അതേ അച്ഛൻ പോയി കഴിഞ്ഞിട്ട് നമ്മളിതേ കുറച്ചു നേരം കുഞ്ഞിച്ചക്കൻ്റെ അടുത്ത് പോയി കിടന്നു. തേജു ആണെങ്കിൽ ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങണം. അവൻ്റെ വലിയൊരു ആഗ്രഹം അത്ര ഉണ്ണിയെ കെട്ടിപ്പിടിച്ച് ഉറങ്ങണമെന്ന്. അപ്പം ഞാൻ കാലിൻ്റെ അടിയിൽ കൂടെ കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് ഇത് അങ്ങനെ വെച്ച് കൊടുത്തിട്ട് ആൾ ഉറങ്ങണമെന്നില്ല, ഓരോ കോപ്പറേറ്റിംഗ് കാട്ടി കിടക്കുകയാണ്. പിന്നെ നമ്മൾക്ക് ഇതൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അച്ഛന് ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഒരു ചെരുപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടമായിട്ട് ഈ ഒരു ചെരുപ്പ് കണ്ടപ്പോൾ അങ്ങനെ എടുത്തിട്ടുള്ളതായിരുന്നു. നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അങ്ങനെ അത് ഇതേ ഞങ്ങൾ അച്ഛന് കൊള്ളില്ലേ എന്ന് വിചാരിച്ചിട്ട് ഞാനും ആരും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് നോക്കുന്നുണ്ടായിരുന്നു. സൈസൊക്കെ ഓക്കെയാണ് കേട്ടോ. പിന്നെ ആര്യയുടെ ഫ്രണ്ട്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ ഞങ്ങളുടെ കസിൻ്റെ മോളാട്ടോ ഇത്. തേജു ആണെങ്കിൽ ആളെന്നെ പെട്ടെന്ന് സെറ്റ് ആക്കിട്ടോ. തേജു ഇപ്പം എങ്ങടാന്ന് ഇതിന് കൊണ്ടുപോകണത് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടിയിട്ട്. ആ ഒരു സെക്കൻഡ് നേരം കൊണ്ട് കുട്ടീനെ ഇതേ വളച്ചൊടിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പഠിപ്പിച്ചു വിട്ടു. അപ്പോൾ ബോൾ എറിയാനായിട്ടാണ് പഠിപ്പിക്കണത്. അപ്പോൾ അവിടെ പോയി നിൽക്ക്, ഇങ്ങനെ എറിയണം അങ്ങനെ എറിയണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. എന്താ ചെയ്യുക, വീട്ടിൽ വിരുന്ന് വരുന്ന ചെറിയ കുട്ടികൾക്ക് പോലും തേജുവിൻ്റെ ക്രിക്കറ്റ് കളിയിൽ സത്യം പറഞ്ഞാൽ രക്ഷയില്ല കേട്ടോ. വലിയവരൊന്നുമില്ല, ഇപ്പൊ ചെറിയ ഒറ്റങ്ങളെ പോലും എടുക്കേ. അപ്പൊ കാല് കൊള്ളണ്ടാന്ന് പറഞ്ഞിട്ട് ഉണ്ണിക്ക് ഇത് ചെരുപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അവന്റെ ഒരു പഴയ ചെരുപ്പാണ്, അതൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നിർത്തിയേക്കണത്. അതാ എന്നാ പിടിച്ചോ, ഞങ്ങൾക്കൊന്നും വയ്യാത്. പിടിച്ചു. പിന്നെ ഉണ്ണിക്കൊരു റെസ്റ്റ് കിട്ടിയത് ആര്യയുടെ ഫ്രണ്ട് തേജുവിന്റെ കൂടെ കളിക്കാൻ കൂടിയപ്പോഴാട്ടാ. പിന്നെ അടുത്ത വീഡിയോയിൽ കാണാവേ, ബൈ.